ജി ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, മുന്നണിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നു എന്ന ആരോപണം ജോസ് വിഭാഗത്തിനെതിരെ ഉയർത്തുന്നു. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറയുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് വേണമോ നമ്മൾ കരുതാൻ? അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യമാണോ ശ്രീജിത്ത് കാണുന്നത്? ഇരു വിഭാഗവും തമ്മിലുള്ള പോര് ശക്തമായി തുടരും. അത് ചരിത്രത്തിന്റെ ഭാഗമായി ഉള്ളത് തന്നെയാണ്. എന്തായാലും മോൻസ് ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ UDF-ന് കിട്ടിയ ചില ആയുധങ്ങളാണ്. അത് അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് ചാഴിക്കാട്ടിനെതിരായ സംഭവം, ഒപ്പം തന്നെ ഈ സജി ചെറിയാന്റെ പരാമർശങ്ങൾ, റബ്ബർ വില, ഇതെല്ലാം റബ്ബറിന്റെ താങ്ങുവില നൽകുന്നു വില സ്ഥിരതാ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം ആയുധമാക്കുകയാണ് മോൻസ് ജോസഫ് വിഭാഗം. അവർ ഇത് ഉന്നയിച്ചുകൊണ്ട് 13-ാം തീയതി കോട്ടയത്തേക്ക് ലോങ് മാർച്ചും നടത്തുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്, ഈ ഒരു ഭയപ്പെട്ട് നിൽക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടി മോൻസ് ജോസഫ് ഉയർത്തിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇതിനെയൊക്കെ മറികടക്കുക, ഈ വിവാദങ്ങളെ മറികടക്കുക, സമരത്തിലൂടെയും നടപടികളിലൂടെയും ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയായിരിക്കും ജോസ് കെ മാണിയും ഒപ്പമുള്ളവരും ആലോചിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 3 മണി വരെയെങ്കിലും യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ അവർ വ്യക്തമാക്കും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന നിലയിൽ തന്നെ ഇതിനെ കാണണം. ശരി, ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.